അവരൊക്കെ തന്നെയാണ് വന്ന് കമൻറ്റ് ഇടുന്നത്. ഉള്ള കാര്യം ഉള്ള പോലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവൾ എത്ര ബബ അടിച്ച് മൂടി വെച്ചാലും ഇവളുടെ കല്യാണം കഴിഞ്ഞതും ഡിവോഴ്സായ കാര്യവും ഈ നാട്ടിലുള്ള ആൾക്കാർക്കറിയാം, ചാലിയാകുടിയിലുള്ള ആൾക്കാർക്കറിയാം, വാത്താനത്തുള്ള ആൾക്കാർക്കറിയാം, പൊങ്ങന്താനത്തുള്ള ആൾക്കാർക്കറിയാം. അതിന്റെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. നമുക്ക് ഇത് കണ്ടിട്ടൊന്നുമല്ല രേണുസുതി കരയുന്നത്. നമുക്കൊരു നിയമത്തിനെ നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നോണ്ടാണ് നമ്മൾ പോയത്. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എയിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല എന്നും അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അതിലൊരു റെസ്ട്രിക്ഷനാണ് ഡെഫമേഷൻ. അതായത് നമ്മളിങ്ങനെ നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മറ്റൊരാളെ ഡിഫെയിം ചെയ്തിട്ടുള്ള രീതിയിൽ ആ ആളുടെ റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ അയാൾക്ക് സൊസൈറ്റിയിലുള്ള ആ ഒരു വിലയും കാര്യങ്ങളൊക്കെ നഷ്ടമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സിവിൽ കേസ് നമുക്ക് കൊടുക്കാം, അങ്ങനെ നമുക്ക് ഫയൽ ചെയ്യാം എന്നൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ, ഒരു ഒപ്പീനിയൻ, ഒരു വ്യൂ എന്ന് പറയുന്നത് ആ ആളെക്കുറിച്ചുള്ളൊരു സത്യമാണ്, അല്ലെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് എ ട്രൂത്ത് അബൌട്ട് ആൻ ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ അത് ഡെഫമേഷൻ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാനിത് പറയാനുള്ള കാര്യം, രേണുസുതി 2 ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയൊരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. അതുൽ വ്ളോഗിനെതിരെയാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോ കാണാനിടയായി. ഇവർ കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. നമ്മൾ സ്ത്രീകൾ എന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർ നമ്മളെ ആട്ടി ഓടിക്കുന്നു, അവർ നമ്മളെ പുറത്താക്കുന്നു, അവർ നമ്മളടുത്ത് ദേഷ്യപ്പെടുന്നു, സ്ത്രീകൾ എന്നുള്ള പരിഗണന തരുന്നില്ല. അതെന്താ സ്ത്രീകൾ കംപ്ലയിൻറ്റ് കൊടുത്താൽ എല്ലാ കംപ്ലയിൻറ്റും അങ്ങ് സ്വീകരിക്കണമെന്ന് അങ്ങനെ നിർബന്ധമാണോ? അങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടോ? ഇവർ ചുമ്മാ വിമൻ കാർഡ് എടുത്തിട്ടതാണ്. സ്ത്രീകൾ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർ പരിഗണന തന്നില്ല എന്ന്. എന്തിനിങ്ങനെ പരിഗണന കാണിക്കണം? സത്യമായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണെങ്കിൽ മാത്രമല്ലേ പരിഗണന കാണിക്കേണ്ട ആവശ്യമുള്ളൂ. വെറുതെ കൊണ്ടുവന്ന് എന്നെക്കുറിച്ച് ആളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുത്താൽ ഇപ്പം അങ്ങോട്ട് എടുത്ത് വയ്ക്കും. അങ്ങനെയൊന്നും ഒരു പ്രൊവിഷനും ഇല്ല. പരിഗണന കൊടുക്കാം, മാന്യമായി പെരുമാറണം എന്നുള്ളൊരു സംഭവമുണ്ട്. അവർ മാന്യമായി അല്ല പെരുമാറിയതെങ്കിൽ അത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. അത് നടന്ന എന്താണെന്ന് നമുക്ക് അറിയത്തില്ല കേസ്. നമ്മളൊന്നും അത് കണ്ടിട്ടില്ല. അത് നമുക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് കവർ ചെയ്യണം. അതിൽ വ്ളോഗ് ചില കാര്യങ്ങൾ, അതായത് രേണുസുതിയുമായിട്ട് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അയാളുടെ ചാനലിലൂടെ വീഡിയോസിലൂടെ പുറത്തു വിടുന്നു. ഇത് കുറച്ച് വാട്സപ്പ് ചാറ്റ്, ഇവരുടെ മുൻ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആ ആളുടെ വീഡിയോസിലൂടെ പുറത്തുവിടാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ അയാൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതോ അല്ലെങ്കിൽ ആരെയും പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതോ അല്ലെങ്കിൽ തെറ്റായൊരു ഇൻഫർമേഷൻ അവരുടെ റെപ്യൂട്ടേഷനെ ബാധിച്ചോട്ടെ എന്നുള്ള രീതിക്ക് അല്ല ആ ചേട്ടൻ അത് പുറത്തു വിടുന്നത്. അപ്പം സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവരുടെ വിവാഹം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമുക്കറിയാം ഇവർ പോകുന്ന എല്ലാ ഇൻ്റർവ്യൂസിലും എന്താണ് പഠിച്ചിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവർ ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്, എയർ ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അതിനിപ്പോൾ എന്താ ചേച്ചി ഇപ്പോൾ ഫുൾ എയറിൽ തന്നെ. ഇങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ നല്ല പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്, ഇവരൊക്കെ സത്യം അന്വേഷിച്ച് പോവും. നിങ്ങളിങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കിടന്ന് മെഴുകാനേ പറ്റത്തുള്ളൂ. ലാസ്റ്റ് ഉരുണ്ട് കളിക്കേണ്ടി വരും, അവസാനം തൊലഞ്ഞു പോവും. എന്നിട്ട് അങ്ങനെ പുറത്ത് വിട്ടു എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം അത് ട്രൂത്താണ്. ട്രൂത്ത് പറഞ്ഞു എന്ന് വിചാരിച്ച് ആർക്കെതിരെയും ഒരു കേസും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പോലീസിന് കൈമലർത്തി കാണിക്കാനേ പറ്റത്തുള്ളൂ. അയാൾ ആ ഒരു വീഡിയോയിലൂടെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. രേണുസുതി കള്ളം പറഞ്ഞു. ആ ഒരു ഇൻ്റർവ്യൂ, പ്രതീക്ഷമായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വേറൊരാളുമായിട്ട് താമസിച്ചിട്ടുണ്ടോന്നോ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേണുസുതിയുടെ ഉരുണ്ട് കളിക്കുകയാണ്. അവർ പറയുന്നത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ആദ്യമായി ലീഗലി കല്യാണം കഴിക്കുന്നത് സുധിച്ചേട്ടനെയാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഗായ്സ്, ഇവർ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് അതിൽ വ്ളോഗും പറയുന്നത് തന്നെയാണ്, എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരാൾ കല്യാണം കഴിച്ചു ഡിവോഴ്സ്ഡ് ആയി എന്ന് പറയുന്നത് എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? അല്ലെങ്കിൽ അവർ അത്രയ്ക്ക് എന്തോ മറയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ താൻ വിവാഹം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു ആഫ്റ്റർ എഫക്റ്റ് സംഭവിക്കും എന്ന് പേടിയുള്ളത് കൊണ്ടാണ് അവരത് പറയാത്തത്. അപ്പോൾ അതെന്തായിരിക്കും ആഫ്റ്റർ എഫക്റ്റ് നമുക്കത് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷമാണ് രേണുസുധിയുടെ വളർച്ച. പുള്ളിക്കാരി ഷോർട്ട് ഫിലിമിൽ കയറുന്നതും ഇത്രയ്ക്ക് ഫെയിം നേടുന്നതൊക്കെ. അപ്പം സ്വാഭാവികമായിട്ടും ഈ കൊല്ലം സുധിക്ക് മുമ്പ് വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അവർക്ക് വേറൊരു ജീവിതം ഉണ്ടായിരുന്നുവെന്നും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആരുടെയും കെയർ ഓഫിൽ അല്ലാതെ ഇവർ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ഫെയിം അവർക്ക് നഷ്ടമാകും എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയ്ക്ക് മറയ്ക്കുന്നത്. ഇതിപ്പോൾ സംഭവം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി, എല്ലാം പുറത്തേക്ക് വന്നു. ഞാനും പറയുന്നത് ഇത് തന്നെയാണ്. ഈ മുൻപ് വിവാഹം കഴിച്ചിട്ടുള്ള പുള്ളിക്കാരൻ അയാളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അയാൾക്ക് പറയാനുള്ളത് അയാളൊന്ന് പുറത്തു വിടണം ശരിക്കും. അല്ലെങ്കിൽ
ഇത്രയ്ക്ക് മിസ്ലീഡ് ചെയ്യപ്പെടുകയാണ്. ആൾക്കാരുടെ അടുത്തേക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ സുധിച്ചേട്ടനാണ് എൻ്റെ ജീവൻ, സുധിച്ചേട്ടനാണ് എൻ്റെ എല്ലാം, എൻ്റെ കരളാണ്, എൻ്റെ പൊന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വീഡിയോ, ഈ സിമ്പതി കിട്ടാനുള്ള ഇവരുടെ ഈ ഒരു ഡ്രാമകളുണ്ടല്ലോ, ഈ ഡ്രാമയ്ക്ക് അപ്പുറം ഇവർക്ക് വേറൊരു ഫേസ് ഉണ്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്തായാലും അതുൽ വ്ലോഗ്സ്. അത് നന്നായി. അങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടാതിരിക്കാനാണ് ഇത് മുമ്പ് ഇവരുടെ ലൈഫിൽ എന്താണ് നടന്നിട്ടുള്ളത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ രേണുസുതി. സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സത്യങ്ങൾ പുറത്തു വരും എന്നൊരു ധാരണ ഇവർക്ക് വേണ്ടേ? പോലീസുകാർ ദേഷ്യപ്പെട്ട് വിടുക, അത് കോർട്ട് തീരുമാനിച്ചാൽ മതിയെന്ന്, പോലീസുകാർക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ലെന്ന്. ാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തൃക്കൊടിത്താനം ചങ്ങനാശ്ശേരി എനിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് എന്താണ് സംഭവം? ഞങ്ങൾ പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഞങ്ങളുടെ അതിന്റെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. നമുക്ക് ഇത് കണ്ടിട്ടൊന്നുമല്ല രേണുസുതി കരയുന്നത്. നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നോണ്ടാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെ പരാതി കൊടുത്തു. അപ്പൊ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ നമ്മൾ പെണ്ണുങ്ങളാണ്. ഒരു എന്താ ജോസഫ് ഇന്ന് ദേഷ്യപ്പെടുവാണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്. എന്ത് കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല. അതുലിനെ പൊക്കി എടുത്ത് പറയുക, എന്നിട്ട് ഞങ്ങളല്ലേ പരാതിക്കാര്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കംപ്ലൈൻറ്റ് കൊണ്ടുപോയി അതുൽ വ്ലോഗ്സിനെതിരെ. അപ്പോൾ അതുൽ വ്ലോഗ്സിനെതിരെ കേസ് എടുക്കണമായിരുന്നൊന്നും ഈ ചേട്ടൻ്റെ അടുത്ത് അകത്തിടണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതും സ്ത്രീ കൊണ്ടുപോയി. ഞങ്ങൾ സ്ത്രീകളാണ്, സ്ത്രീകൾ എന്നുള്ള പരിഗണനയില്ല. അപ്പോൾ സ്ത്രീകൾ എന്ത് കംപ്ലൈൻറ്റ് കൊണ്ടുപോയാലും അതങ്ങ് സ്വീകരിക്കണം എന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെയൊന്നും ഒരു നിയമവും ഇല്ല ഇവിടെ. കൊണ്ടുപോകുന്നതിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് പോലീസ് ചെക്ക് ചെയ്യും, എന്നിട്ട് മാത്രമേ കേസ് എടുക്കത്തുള്ളൂ. എന്നിട്ട് മറ്റേ ആളുടെ ഭാഗം കൂടെ കേട്ടിട്ടേ എന്തായാലും ഇത് എന്താണ് സംഭവം എന്ന് നോക്കത്തുള്ളൂ. ഇവരുടെ ഒരു ന്യൂഡിറ്റിയും പബ്ലിഷ് ചെയ്തിട്ടില്ല അതിൽ, അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടുള്ള ഒരു തെറ്റായ ഇൻഫർമേഷൻസും പുറത്തേക്ക് വിട്ടിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കും? ഇവിടെ നിയമം എന്ന് പറയുന്ന നിയമത്തിന് അതിൻ്റേതായൊരു രീതിയുണ്ട്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ പോലീസിനൊരു സെക്ഷൻ ഇടാൻ പറ്റത്തുള്ളൂ. ഇനി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കും? ചുമ്മാ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തെന്നും പറഞ്ഞിട്ട് ചെന്നോടെ ഞങ്ങൾ എടുത്ത് കേസെടുക്കുമോ? അതെന്താണ്? അത് കൊള്ളാലോ. ഞങ്ങൾക്ക് നീതി വേണ്ടേ? പിന്നെ ഞാൻ 10 കെട്ടിയാലും 12 കെട്ടിയാലും ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ സുധിച്ചേട്ടനും ഇല്ല പ്രശ്നം. ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ? CBI-യോ എന്റെ പുറകെ നടക്കും? അങ്ങനെ ഇവക്ക് 10 കിട്ടിയാലും 12 കിട്ടിയാലും മറ്റുള്ളവർക്ക് എന്താണെന്ന് ചോദിക്കാൻ അവള് പറയാത്തെന്താ? അങ്ങനെ ഒന്നുമില്ല എന്ന് ഇവള് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഇത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യം എന്താണ്? ഇവനെ ആരിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ? ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു കോലം പിടിച്ചോണ്ട് ബ്ലോഗറാന്ന് പറഞ്ഞ് എന്റെ പുറകെ എന്തിനാണ് ഇവർ നടക്കുന്നത്? അത് അവരുടെ സ്വാതന്ത്ര്യം. അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിൽ അവർ സംസാരിക്കുക, അവർ റിയാക്ട് ചെയ്യും. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് ചോദിക്കാൻ ഇവരാരാണ്? ഇവരെ കള്ളം പറയുന്നുണ്ട്. ഇവരെല്ലാം പോകുന്ന എല്ലാ സ്റ്റേജുകളിലും വാദോരാതെ പറയുന്നുണ്ട് എൻ്റെ വിവാഹം കഴിച്ചു, എൻ്റെ കൊല്ലം സുധിച്ചേട്ടൻ, എൻ്റെ സുധിച്ചേട്ടനാണ് എൻ്റെ ആദ്യത്തെ വിവാഹം എന്നിവർ വാദോരാതെ പറയുന്നുണ്ട്. ഇവർ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന അത് പറയുന്നത്, ഇത് പറയുന്നത് ചുമ്മാ ആവശ്യമില്ലാത്ത തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവരാണ് സൊസൈറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ട്രൂത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ പുറത്തു വിടുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇവരെന്തിനാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്? അത്രയ്ക്ക് കൂളായിട്ടുള്ള ലേഡി ആണെങ്കിൽ പിന്നെ എന്തിനും ഇവർ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യണം? ഓക്കെ, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരെന്തെങ്കിലും റിയാക്ട് ചെയ്തോട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചപ്പോരേ. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളോട് പറഞ്ഞു പറ്റത്തില്ല. എന്നാടി പറഞ്ഞത്? പറ്റത്തില്ലെന്ന് അവര് പറയുന്നത്. ഇത് കോർട്ടിൽ പോക്കോ, ഇവിടെ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. തെറ്റല്ലെന്നാണ് അവർ പറയുന്നത്. എനിക്കറിയത്തില്ല. ആ തെറ്റല്ല. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കും? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഗൈസ്? കാരണം ഒരു സ്ത്രീയെ ഒരു അശ്ലീല ചുവയുടെ നോക്കും ഒരു വാക്ക് സംസാരിച്ചാൽ അത് തെറ്റ് തന്നെയാണെന്നാണ് ഞങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ. ആ സൂപ്പർ, നല്ല വിമൻ കാർഡ് ഇറക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ത്രീ ഒരു കംപ്ലൈന്റ് കൊണ്ട് കൊടുത്തു, അല്ലെങ്കിൽ ഒരാൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അതിന്റെ ജെന്യുവിനിറ്റി ചെക്ക് ചെയ്യും. പോലീസുകാർ ഉറപ്പായിട്ടും അതുൽ വ്ലോഗ്സിന്റെ ആ വീഡിയോ ഒന്ന് നോക്കി കാണും. അതുലിന്റെ ആ ഒരു വീഡിയോയിൽ ആളൊന്നും പറയുന്നില്ല, പുള്ളിക്കാരൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ. റെക്കോർഡ്സൊക്കെ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് പുറത്തേക്ക് ചാനൽ ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. അതിനെതിരെ ഒരു ആക്ഷനും എടുക്കാനുള്ള അതിനെതിരെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ് തെറ്റാവുന്നത്. രേണുസുതി ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? ഒരു വക്കീലിൻ്റെ നിയമോപദേശം തേടണമായിരുന്നു. അത് ചെയ്യാതെ നേരെ കംപ്ലൈൻറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തേങ്ങയില്ല. പിന്നെ എങ്ങനെ പോലീസ് അതിനൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും? അതെങ്ങനെ അതിനൊരു ആക്ഷൻ എടുക്കും? അതിലെന്തെങ്കിലും ഒരു സത്യം വേണ്ടേടേ? ചുമ്മാ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്താൽ മതിയാ? നമുക്ക് പാവങ്ങൾക്കും കാശുള്ളവനും നമ്മൾ നിയമം രണ്ടാക്കിയോ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് നിയമത്തിൽ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിയമപരമായ രീതിയിൽ പോയത്.
ഇവർ നിയമപരമായാണ് പോയത് എന്നിവർ പറയുന്നു. അതുൽ വ്ലോഗ് ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വിട്ടു എന്നുള്ള അടിസ്ഥാനത്തിലാണല്ലോ. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എയിൽ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഓറലായിട്ടാവാം, റൈറ്റിങ്ങിലാവാം, എന്തെങ്കിലും പ്രസൻറ്റേഷൻസിൽ കൂടെ ആവാം, പ്രിൻറ്റിങ്ങിൽ കൂടെ ആവാം, അല്ലെങ്കിൽ മറ്റ് ഏത് രീതിയിൽ കൂടെ ആയാലും നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസും നമ്മുടെ വ്യൂസൊക്കെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് എക്സ്പ്രസ് ചെയ്യാം ഗൈസ്. അതിന് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിനാണ് ഈ പറയുന്ന മൊറാലിറ്റി, ഡീസൻസി, ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് അതിൽ പറയുന്നുണ്ട്. അതിലൊരു റെസ്ട്രിക്ഷനാണ് ഈ ഡെഫാമേഷൻ. അതായത് മറ്റൊരാളെക്കുറിച്ച് ഡീഫെയിം ചെയ്യുന്നുള്ള രീതിക്ക് നമ്മുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. പക്ഷേ രേണുസുതി മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് അതുൽ വ്ലോഗ് പറയാണ്. അതിനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എവിഡൻസും പുള്ളിക്കാരൻ മുമ്പോട്ട് വെക്കുകയാണ്. അത് രേണുസുതി പറയാണ് അത് എന്നെ ഡീഫെയിം ചെയ്യുന്നതാണ്. അതേസമയം രേണുസുതി പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് രേണുസുതി പറയുന്നുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കൊല്ലം സുതിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതുൽ വ്ലോഗ്സ് അതിന് എഗെയിൻസ്റ്റായിട്ട് എവിഡൻസ് കൊണ്ടുവരാണ്. ഇവരുടെ വിവാഹത്തിന് ഇരുന്ന് ചോറ് കഴിച്ച ആൾക്കാരുടെ തെളിവ് പോലും അവർ കൊണ്ടുവന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പോലും തെളിവായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇത് ഡെഫോമേഷൻ ആണെന്ന് പറയാൻ പറ്റും? പിന്നെ എന്തിൻ്റെ ബേസിൽ ഇവിടെ കേസ് എടുക്കാൻ പറ്റും? ഇനിയിപ്പം ആക്ഷൻ എടുക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പോയി കള്ളക്കേസ് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അല്ല കള്ളക്കേസ് കൊടുത്താലും ഇവരെ ഇനി പഞ്ഞിക്കിടും. ആൾക്കാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ചാനലിൽ കൂടെ പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോഴും പ്രൈവറ്റ് ആക്കിയിട്ടില്ല, പബ്ലിക് തന്നെയാണ്. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ആ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആൾക്കാർക്ക് അത് വ്യക്തമായിട്ട് അറിയാം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ വെറുതെ എന്തിനാണ് ഇങ്ങനെ വള്ളി പിടിക്കുന്നതെന്ന് നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. വഴി കൂടെ പോകുന്ന എല്ലാ ഏണിയും പറക്കി മണ്ടയിൽ വെക്കൊക്കെയാണ് ഇപ്പോൾ രേണുവിന് പണി. രേണുവിൻ്റെ ചാനലിൽ ഇപ്പം കുറച്ച് മണിക്കൂർ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സുധിച്ചേട്ടൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു വീഡിയോ സുധിച്ചേട്ടൻ അവസാനമായി ബാക്കി വെച്ചത്. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സുധിച്ചേട്ടൻ്റെ ആ ഒരു സിമ്പതി കാർഡാണ് ഇവർ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ വളരെ മോശമായി ബാധിക്കും. അല്ലെങ്കിൽ മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഫെയിമിനെ അത് നല്ലപോലെ ബാധിക്കും. അങ്ങനെ ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കള്ളം പറയുന്നത്. ഞാൻ കഴുകിയില്ല. ഏട്ടൻ്റെ അവസാനം ഇത് കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു. നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏട്ടൻ്റെ അവസാനം. അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. ഞാൻ ഇമോഷണൽ ആകത്തില്ല. ഇമോഷണൽ ആയി കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും. ഡ്രാമേ ഞാൻ ഒരു ഡ്രസ്സ് പോലും കളയത്തില്ല. കാരണം എനിക്ക് അന്ന് ഇപ്പം സുധിച്ചേട്ടൻ മരിച്ചിട്ട് 2 വർഷമാകുന്നു. എനിക്ക് എൻ്റെ ഏട്ടൻ അന്ന് മേടിച്ചു തന്ന ഡ്രസ്സ് ഇന്നും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഡ്രസ്സ് സുധിച്ചേട്ടൻ മേടിച്ചു തന്ന ഡ്രസ്സാണ്. എന്തിനാണ് നമ്മളെടുത്ത് പറയണതാണ് നമുക്ക് മനസ്സിലാകാത്ത? ആ മനുഷ്യൻ മരിച്ചുപോയ ആ ഒരു മനുഷ്യനെ വെറുതെ വിടുന്നില്ല ഇവർ ആ ആളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി പുതിയ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചു പോയിട്ടും സമാധാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവർ എന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവരങ്ങനെ അധികം വീഡിയോസ് ഒന്നും കാണാറില്ല. എനിക്ക് നെഗറ്റീവ്സ് ഒക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഹരമാണ്, എനിക്കത് കണ്ടില്ലെങ്കിൽ ഒരുമാതിരിയാണ്, ഞാനൊരു സൈക്കോ പോലെയാണെന്നൊക്കെ ഇവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇവർ പെട്ടെന്നൊരു പ്രഭാതത്തിൽ എണീറ്റ് വന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് അങ്ങ് കൊടുക്കുക എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊണ്ടങ്ങ് കൊടുക്കുകയാണ്. പക്ഷേ അതിനൊരു ഗ്രൗണ്ട് വേണ്ടേ? ഒരു കള്ളക്കേസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയൊക്കെ വേണ്ടേടേ. ആരടുത്തെങ്കിലൊക്കെ ചോദിച്ച് ഒരു വക്കീലിനെ കണ്ട് അതിനനുസരിച്ചുള്ള ഒരു കള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി കംപ്ലൈൻറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. നല്ലൊരു പ്രൊഫഷണലിസം വേണം അതിന്. പുറത്ത് വന്ന് കിടന്ന് കരഞ്ഞു മെഴുകിയ പിന്നെ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? അതിൻ്റെ കൂടെ ഒരു വിമൻ കാർഡും കൂടെ. വെറുതെ ഇതങ്ങ് യൂസ് ചെയ്യാമെന്നാ തോന്നുമ്പം ഇതൊന്നും അങ്ങോട്ട് സ്ത്രീകളാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, എനിക്ക് നീതി കിട്ടിയില്ല, നിയമം നമുക്കെല്ലാവർക്കും ഒരുപോലെ. അതേ നിയമം നമുക്കെല്ലാവർക്കും ഒരുപോലെയാണ്. അതിനെന്തിനാണ് നിങ്ങൾ സ്ത്രീകളാണ് പുരുഷന്മാരാണെന്നൊക്കെ പറയുന്നത്? നിയമം എല്ലാവർക്കും നിയമം തന്നെയാണ്. ആ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ്, എന്തിനാ രേണു ഈ കള്ളത്തരങ്ങളൊക്കെ പറയുന്നതും കാണിക്കുന്നതും? മരിച്ചുപോയ ഭർത്താവിനോടുള്ള സ്നേഹം മനസ്സിലാണ്, ഇതിപ്പോൾ നാഗവല്ലിയുടെ ആഭരണങ്ങൾ കാണിക്കുന്നത് പോലെ ഉണ്ടെന്ന്. സത്യം. പോലീസ് സ്റ്റേഷനിലുണ്ടായ ജാള്യത മറയ്ക്കാനുള്ള പുതിയ അടവ്. സുധിച്ചേട്ടനായുള്ള സ്നേഹം ഓവർലോഡ്. ഇത് സുധിച്ചേട്ടൻ്റെ അടുത്ത് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, സുധിച്ചേട്ടനാണ് എൻ്റെ ഒരേ ഒരു പുരുഷൻ എന്നൊക്കെ ധാരണ വരുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് മൊത്തത്തിൽ മനസ്സിലായി ഇവരുടെ ഭാഗത്ത് ഒന്നും ഇല്ല, ഇവർ ചുമ്മാ ഉണ്ടാക്കിയൊരു കേസാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലായപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുത്തങ്ങ് ഇട്ടു. കൊല്ലം സുധി അന്ന് മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ബാഗൊക്കെ പൊക്കി കാണിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ എന്തിനാണ് നമ്മളെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്? സിമ്പതിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് വീണ്ടും കുറച്ചൊരു നെഗറ്റീവ് കിട്ടി, അതൊന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് സിമ്പതിക്ക് വേണ്ടിയിട്ട്
ഇവരെടുത്ത് ഇടുന്നു ഇവരുടെ ചാനലിൽ കൂടെ. എന്തായാലും അതിനി വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. ഇവർക്ക് ഓൾറെഡി ഇപ്പം നെഗറ്റീവ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പം കുറച്ചാളും കൂടെ കുറച്ചുകൂടെ ഒന്ന് പൊക്കത്തിൽ എയറിൽ നിൽക്കാം. അത് തന്നെ കൊള്ളാം. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് നിന്ന് കള്ളത്തരങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ പറയുമ്പോൾ സത്യം പറയാം. സത്യം പറയാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആഫ്റ്റർ എഫക്ട്സുകൾ ഉണ്ടാവും എന്നിവർ നേരത്തെ ചിന്തിക്കണമായിരുന്നു. എന്തായാലും ഇവർ പെട്ട് ഇനി കുറച്ച് എയറിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാം.